ഈ പറഞ്ഞതുപോലെ അറിഞ്ഞ് ആരാധിക്കുക. മഹാദേവനെ ഇങ്ങനെ തൊഴാൻ വരുമ്പോ ബലിക്കല്ലുകൾ കണ്ടുണ്ടോ? അകത്തേക്ക് കിടക്കുമ്പോ നന്ദികേശ്വരന്റെ വലതു ഭാഗത്ത് നിന്ന് ഭഗവാനെ തൊഴുക. എന്നിട്ട് ഇടതുഭാഗം പ്രദക്ഷിണം വരുമ്പോ നമ്മുടെ വലത് കൈയിന്റെ ഭാഗത്ത് ബലിക്കല്ല് വരുന്നത് പോലെയാണ് പ്രദക്ഷിണ വഴി. കണ്ടോ? അതൊക്കെ അറിഞ്ഞങ്ങനെ ചെയ്യുമ്പോൾ ആ സാഷ്ടാംഗം അവിടെ അങ്ങ് നമസ്കരിക്കുമ്പോൾ നിങ്ങളെ ഈ ചുടുവാലത്തൂർ മഹാദേവൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അവസാനം മരണസമയത്ത് നമ്മൾ ആരെയാ വിളിക്കുക? അനായാസേന മരണം വിനാദന്യേന ജീവനം ദേഹാന്തേ തവ സാന്നിധ്യം ദേഹിമേ പരമേശ്വരം. അതല്ലേ പ്രാർത്ഥന? അനായാസേന ഒരു മരണം ഉണ്ടാവുക. അതായത് ഇങ്ങനെ വരികയാണ്. എന്നും രാവിലെ കുളിച്ച് 89 വയസ്സായാലും മുത്തശ്ശി വരും, കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച്. കാരണം നല്ല ആത്മബലം കിട്ടൂത്രേ. ആത്മീയമായിട്ടുള്ള ഗ്രന്ഥങ്ങളിലൂടെ പോയാൽ നാമം ജപിച്ചാല്, പ്രാണായാമം ചെയ്താല്, 21 ഗായത്രി ജപിച്ചാല്, മിനിമം 21 ഗായത്രിയൊക്കെ ജപിച്ചു നോക്കൂ.